അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറ ബഖറ 83 ആയത്ത് വരെ നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന കുറച്ച് ആയത്ത് കൂടി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ أَخَذْنَا مِيثَاقَكُمْ لَا تَسْفِكُونَ دِمَاءَكُمْ ولا تخرجون أنفسكم من دياركم ثم أقررتم وأنتم تشهدون. وإذ أخذنا വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചിട്ട് ഉച്ചരിക്കുക. ശ്രദ്ധിക്കുക കേട്ടോ, നമ്മുടെ പല്ല് ചുണ്ടിൽ തട്ടാത്ത രൂപത്തിൽ വെച്ചിട്ട് ഉച്ചരിക്കുക. ദാലിനെ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. മഹ്റജ് വരുന്നത് നമ്മുടെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും ചേർന്നിട്ടാണ്. സൗണ്ടിനെ ദാലായി പോവാതെ ശ്രദ്ധിക്കുക കേട്ടോ. അൽക്കല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് ഉച്ചരിക്കുക. ഇസ്തിഅലാൻ്റെ ലെറ്ററാണ് തഫ്ഹീം ചെയ്യുക. ദാലിനെ അൽക്കല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂനാക്കിയിട്ട് ഉച്ചരിക്കുക. ലൈറ്റാക്കി കൊടുക്കുക കേട്ടോ. മീസാഖക്കും മീമിൻ്റെ കൂടെ യാമദ് വന്നു 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. സ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. മഹ്റജ് വരുന്നത് നമ്മുടെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും തന്നെയാണ്. നാവിൻ്റെ കുറച്ച് ഭാഗം പുറത്തോട്ട് കാണുന്ന രൂപത്തിൽ വെച്ചിട്ട് കുറച്ച് എയർ പാസ് ചെയ്യണ സൗണ്ടും കൊടുക്കുക കേട്ടോ. സീനിൻ്റെ സൗണ്ടായി പോവാതെ ശ്രദ്ധിക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിച്ചിരിക്കേണ്ട അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. തഫ്ഹീം ചെയ്യാൻ. ലാ തഫ്സികൂൻ സീൻ കൽക്കല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. കാഫിൻ്റെ കൂടെ വാവുമദ് വന്നു 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. ദിമാഅക്കും മീമിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെയാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് വാജിബ് മുത്തസിലാണ്. 4-5 കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടിക്കൊടുക്കുക കേട്ടോ. ولا تخرجون أنفسكم വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ വട്ടത്തിൽ പിടിച്ചിട്ട് ഉച്ചരിക്കുക. പല്ല് ചുണ്ടിൽ തട്ടാത്ത രൂപത്തിൽ വെക്കണേ. ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്ഹീം ചെയ്യുക. റോയിൻ്റെ കൂടെ കെസ്റയാണ് വന്നിട്ടുള്ളത്. റോയിന് കെസ്റയായാലും നമ്മൾ താഴ്ത്തി ഉച്ചരിക്കുക. രീ എന്നുള്ള സൗണ്ട് കൊടുത്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. ജീമിൻ്റെ കൂടെ വാവുമദ് വന്നു 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അൻഫുസകും നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ അക്ഷരമായിട്ടുള്ള ഫാ വന്നു. നൂൻ സാക്കിനയെ മറച്ച് വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. മീം സാക്കിനയ്ക്ക് ശേഷം മീം തന്നെയാണ് വന്നിട്ടുള്ളത്. ഇദ്ഗാം ഷഫവിയാണ് വരുന്നത്. മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇദ്ഗാം. സുക്കൂനായ മീമിനെ ഹർക്കത്തുള്ള മീമിലേക്ക് ലയിപ്പിച്ച് ഉന്നയോടുകൂടി ഓതി കൊടുക്കുക. ലയിപ്പിക്കും ചെയ്യുക, അതോടൊപ്പം തന്നെ മണിക്കും ചെയ്യുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ അക്ഷരമായിട്ടുള്ള ദാല് വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. മിൻ ദിയാരിക്കും റോ കെസ്റയാണ്, ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. രീ എന്നുള്ള സൗണ്ട് കൊടുക്കുക കേട്ടോ. സുമ്മ ഖറർതും സ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. കുറച്ച് എയർ പുറത്തോട്ട് പോകുന്ന സൗണ്ട് കൊടുക്കുക കേട്ടോ. സീനായി പോവാതെ ശ്രദ്ധിക്കുക. മീമിന് ശ്രദ്ധ. അഖ്മൽ ഉന്നൻ നന്നായിട്ട് മണിച്ചു കൊടുക്കുക. അഖറർതും ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്ഹീം ചെയ്യുക. കൽക്കല ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കുക കേട്ടോ. അഖറർതും റോ ഫതഹയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. വഅൻതും നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ അക്ഷരമായിട്ടുള്ള താ വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കരുത്. വഅൻതും ഉച്ചരിക്കരുത്. വഅൻതും തഷ്ഹദൂൻ ഷീൻ കൽക്കല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഹ മഹ്റജ് വരുന്നത് അക്സൽ ഹൽക്കാണ്, നമ്മുടെ തൊണ്ടയുടെ അവസാന ഭാഗം. തൊണ്ടക്കുഴി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ ഭാഗത്തിൽ നിന്നാണ് ഹാ പുറപ്പെടുന്നത്. സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക. മദ് 6 സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാം. ثم أنتم هؤلاء تقتلون أنفسكم وتخرجون فريقا منكم من ديارهم تظاهرون عليهم بالإثم والعدوان وإن يأتوكم مسارى تفادوهم وهو محرم عليكم إخراجهم
സുമ്മ അൻതും മീമിന് ശ്രദ്ധ വന്നു. അക്മൽ ഉന്നൻ നന്നായിട്ട് മണിച്ചു കൊടുക്കട്ടോ. സ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും ചേർന്നിട്ടാണ് പുറപ്പെടുന്നത്. സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കുക കേട്ടോ. അൻതും നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫായിൻ്റെ അക്ഷരമായിട്ടുള്ള താ വന്നു. നൂൻ സാക്കിനയെ മറച്ച് വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. ഹ ഉല ഹിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നിട്ടുള്ളത് ഒരേ വേർഡിലാണ് നമുക്ക് തോന്നുമെങ്കിലും ഇവയെ രണ്ട് വേർഡുകളായിട്ടാണ് പരിഗണിക്കുന്നത്. ഹ എന്നുള്ളത് ഒരു വേർഡും ഉല എന്നുള്ളത് മറ്റൊരു വേർഡും. അപ്പോൾ ഇവിടെ ആദ്യം വരുന്ന മദ് ജായിസ് മുൻഫസിലാണ്. 2 or 4 കൗണ്ട് നീട്ടി കൊടുക്കുക കേട്ടോ. ലാമിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെ ഹംസ വന്നു. ഇവിടെ വരുന്നത് മദ് വാജിബ് മുത്തസിൽ 4 or 5 കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടി കൊടുക്കുക കേട്ടോ. തഖ്തുലൂൻ ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. തഫ്ഹീം ചെയ്യുക. കൽക്കല ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ലാമിൻ്റെ കൂടെ വൗമദ് വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അൻഫുസകും നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫായിൻ്റെ അക്ഷരമായിട്ടുള്ള ഫാ വന്നു. നൂൻ സാക്കിനയെ മറച്ച് വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. വതുഖ്രിജൂൻ വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചിട്ട് ഉച്ചരിക്കുക. പല്ല് ചുണ്ടിൽ തട്ടാത്ത രൂപത്തിൽ വെക്കണേ. ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. തഫ്ഹീം ചെയ്യുക. റോ കെസ്റയാണ്. ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. രീ എന്നുള്ള സൗണ്ട് കൊടുക്കുക കേട്ടോ. ജീമിൻ്റെ കൂടെ വാവ് മദ് വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഫരീഖം മിൻകും ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെച്ചിട്ട് ഉച്ചരിക്കുക കേട്ടോ. റോ കെസ്റയാണ്. താഴ്ത്തി ഉച്ചരിക്കുക. ലൈറ്റാക്കി കൊടുക്കുക. രീ എന്നുള്ള സൗണ്ട് കൊടുക്കുക കേട്ടോ. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. തഫ്ഹീം ചെയ്യുക. ഖാഫിന് ഫതഹ് തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദാം ബിഉന്നയുടെ അക്ഷരമായിട്ടുള്ള മീം വന്നു. തെൻവീനിനെ മീമിലേക്ക് ലയിപ്പിച്ച് ഒന്നയോട് കൂടി ഓതി കൊടുക്കുക. മണിക്കും ചെയ്യുക. അതോടൊപ്പം തന്നെ ലയിപ്പിക്കും ചെയ്യുക കേട്ടോ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫായിൻ്റെ അക്ഷരമായിട്ടുള്ള കാഫ് വന്നു. നൂൻ സാക്കിനയെ മറച്ച് വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കരുത്. മിൻകും ഉച്ചരിക്കരുത്. മിൻകും മിൻ ദിയാരിഹിം മീം സാക്കിനയ്ക്ക് ശേഷം മീം തന്നെ വന്നു. ഇദ്ഗാം ഷഫവിയാണ് വരുന്നത്. മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇദ്ഗാം. സുക്കൂനായ മീമിനെ അടുത്ത മീമിലേക്ക് ലയിപ്പിച്ച് ഒന്നയോടുകൂടി ഓതി കൊടുക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ദാലാണ് വന്നിട്ടുള്ളത്. ഇഖ്ഫായിൻ്റെ അക്ഷരമായിട്ടുള്ള ദാല് വന്നു. നൂൻ സാക്കിനയെ മറച്ച് വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. മിൻ ദിയാരിഹിം റോ കെസ്റയാണ്. താഴ്ത്തിയിട്ട് ഉച്ചരിക്കുക. മീം സാക്കിനയ്ക്ക് ശേഷം ബ മീമുമല്ലാത്ത ഏതൊരക്ഷരം വന്നാലും മീം സാക്കിനയെ വ്യക്തമാക്കി മണിക്കാതെ ഉച്ചരിക്കുക കേട്ടോ. വ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. തഫ്ഹീം ചെയ്യുക. ഇത്ബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ്. നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക കേട്ടോ. റ വമ്മയായാലും നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. വമ്മത് കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അലൈഹിം ബിൽ ഇസ്ം അതിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്. തൊണ്ടയുടെ മധ്യഭാഗം. സൗണ്ടിനെ ക്ലിയർ ആക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. മീം സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫായിൻ്റെ അക്ഷരമായിട്ടുള്ള ബാ വന്നു. ഇഖ്ഫാവ് ഷഫവിയാണ് വരുന്നത്. മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇഖ്ഫ. അപ്പോൾ മീം സാക്കിനയെ മറച്ച് വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. ലാമ് കൽക്കല ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. സ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. സനും ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ബിൽ ഇസ്മി വൽ ഉദ്വാൻ ലാമ് കൽക്കല ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. അയിനിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കണം കേട്ടോ. വസത്തുൽ ഹൽക്ക് തൊണ്ടയുടെ മധ്യഭാഗം. ദാല് കൽക്കല ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കുക കേട്ടോ. വൽ വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചിട്ട് ഉച്ചരിക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇദ്ഗാം ബിഉന്നയുടെ അക്ഷരമായിട്ടുള്ള യാ വന്നു. നൂൻ സാക്കിനയെ യായിലേക്ക് ലയിപ്പിച്ച് ഒന്നയോടുകൂടി ഓതി കൊടുക്കുക കേട്ടോ. ഹംസ കൽക്കല ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ത ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. മഖ്റജ് വരുന്നത് നമ്മുടെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ മുരടും ചേർന്നിട്ടാണ്. ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. വൗമത് കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. സീനിൻ്റെ കൂടെ അലിഫ് സഗീറയാണ് വന്നിട്ടുള്ളത്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. റോ ഫതഹയാണ്. ഉയർത്തി ഉച്ചരിക്കുക. തുഫാദൂഹും ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെക്കുക. ദാലിൻ്റെ കൂടെ വൗമദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക.
തുഫാദൂഹും വഹുവ മുഹറം. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് പിടിക്കുക. ഹ അഖ്സൽ ഹൽക്കാണ് മഖ്റജ് വരുന്നത്. നമ്മുടെ തൊണ്ടയുടെ അവസാന ഭാഗം, തൊണ്ടക്കുഴി നമ്മൾ പറയാറില്ല, ആ ഭാഗത്തിൽ നിന്നാണ് ഹ പുറപ്പെടുന്നത്. സൗണ്ടിന് ഹംസയായി പോവാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. വഹുവ മുഹറമുൻ അലൈക്കും. ഹ വസത്തുൽ ഹൽക്കാണ് മഖ്റജ് വരുന്നത്. സൗണ്ടിനെ ക്ലിയർ ആക്കിയിട്ട് ഉച്ചരിക്കുക. റോ ശ്രദ്ധ വന്നിട്ടുണ്ട്, രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക കേട്ടോ. റോൻ്റെ ശ്രദ്ധയിലുള്ള സുക്കൂനിനെ ആദ്യം ഉച്ചരിച്ചിട്ട് ഫതഹ കൊടുക്കുക. ഇവിടെ ഇവഹാറാണ് നിയമം വരുന്നത്. നൂൻ സാക്കിനയുടെ നിയമത്തിലുള്ള ഇവഹാർ. തെൻവീനിന് ശേഷം ഹൽക്കിൽ നിന്നും പുറപ്പെടുന്ന ഏതൊരക്ഷരം വന്നാലും നമ്മൾ തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമാക്കി മണിക്കാതെ ഉച്ചരിക്കുക. മുഹറമുൻ, അവിടെ നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കണം. മുഹറമുൻ അലൈക്കും. അതിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്ക്, സൗണ്ടിനെ ശ്രദ്ധിക്കുക കേട്ടോ. അലൈക്കും ഇഖ്റാജുഹും. ഖ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്ഹീം ചെയ്യുക. റോൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. റോ ഫതഹയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇഖ്റാജുഹും. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ് വന്നിട്ടുണ്ട്. വഖഫും വസ്ലും അനുവദനീയമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ആയത്തിൻ്റെ ബാക്കി നാളെ അടുത്ത ക്ലാസ്സിലെടുക്കാം കേട്ടോ.